म्यूजिक धमाका। Only on Radio Media Village. 90.8 റേഡിയോ മീഡിയ വില്ലേജ് ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മ്യൂസിക് ധമാക സീനിയർ സീസൺ 6 സെമി ഫൈനൽ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഓൾഡ് മലയാളം റൗണ്ട് ആണ്. ഓൾഡ് മലയാളം റൗണ്ടിലേക്ക് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ദിവ്യ ദാസ്. ദിവ്യ നമസ്കാരം. നമസ്കാരം. ഓൾഡ് മലയാളം റൗണ്ട് ആണ്. ഓൾഡ് മലയാളം റൗണ്ടിൽ ഏത് പാട്ടാണ് എടുത്തിരിക്കുന്നത്? ഞാൻ എസ് ജാനകിയമ്മ പാടിയ സന്ധ്യ കണ്ണീരിലെന്തേ. സന്ധ്യയെ കണ്ണീരിലെന്തേ. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. നന്നായിട്ട് പാടാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അടിപൊളിയാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. സന്ധ്യ കണ്ണീരിലെന്തേ സന്ധ്യ സ്നേഹമൽ കേഴുകയാണോ നീയും നിൻമുഖം പോ നൊമ്പരം പോ നിൽപ്പൂ രജനിതിന്റെ സന്ധ്യ കണ്ണീരിലെ സ്നേഹമൽ കേഴുകയാണോ നീയും നിൻമുഖം പോ നൊമ്പരം പോ നിൽപ്പൂ രജനിതിന്റെ സന്ധ്യ കണ്ണീരിലെന്തേ സന്ധ്യ. മുത്ത് കോർക്കും പോലെ വിഷാദ സുസ്മിതം ചോടി വീണ്ടും എത്തുകയാണ്. മുത്ത് കോർക്കും പോലെ വിഷാദ സുസ്മിതം ചോടി വീണ്ടും എത്തുകയാണ്. സന്ധ്യ കണ്ണീരിലെന്തേ സന്ധ്യ സ്നേഹമൽ കേഴുകയാണോ നീയും നിൻമുഖം പോ നൊമ്പരം പോ നിൽപ്പൂ രജനിതിന്റെ സന്ധ്യ കണ്ണീരിലെന്തേ സന്ധ്യ. ദുഃഖമേ നീ പോകൂ കേടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം. ദുഃഖമേ നീ പോകൂ കേടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം. മരണമേ നീ വരികയെന്റെ പ്രണയഗാനം കേൾക്കൂ നീയും ഏറ്റുപാടാം ഓരോ സന്ധ്യ
ഓൾഡ് മലയാളം റൗണ്ടാണ്. ഓൾഡ് മലയാളം റൗണ്ടിൽ ഇപ്പോൾ പാടിത്തീർന്നത് ദിവ്യദാസ് ആണ്. നമുക്ക് നേരെ സാറിലേക്ക് പോവാം. അനിൽ സാർ. ദിവ്യദാസ് സർ തകർത്ത് കളഞ്ഞല്ലോ. താങ്ക് യു സർ. ഭയങ്കര എക്സ്പ്രഷനായിരുന്നു. താങ്ക് യു. നല്ല രസമാണ്. എനിക്ക് തോന്നുന്നു ഭയങ്കര സേഫ് പാട്ടാന്ന് തോന്നുന്നു. ഒത്തിരി പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ട് ഈ പാട്ട് ഒരുപാട് പാടിയിട്ടുണ്ടോ? സ്റ്റേജിലൊക്കെ പാടിയിട്ടുണ്ടോ അല്ലേ? ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പാട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം. നമ്മുടെ വലിയ സംഗീതജ്ഞനായ നമ്മുടെ സലിൽ ചൗധരിയുടെ അല്ലേ ONV കൂട്ടുകെട്ടിൽ ഉണ്ടായ പാട്ടാണ്. മനോഹരമായ ഗാനമാണ്. എവർ ലാസ്റ്റിംഗ് മെലഡിയാണ്. എസ് ജാനകി അമ്മ നല്ല മനോഹരമായിട്ട് പാടി. പക്ഷെ അതിൽ തന്നെ വലിയ സ്ലിപ്സ് ഒന്നുമില്ല. ഒട്ടും ചെറിയൊരു ഏതോ ഒരു 1-2 വാക്ക് മാത്രമേ ഞാനിവിടെ ഒന്നും എഴുതി വെച്ചില്ല. കാരണം ഞാനങ്ങ് എൻജോയ് ചെയ്യുമായിരുന്നു. വലിയൊരു കാര്യമാണ് കേട്ടോ. ഞാൻ സാധാരണ ഇവർക്കൊക്കെ അറിയാം. കാരണം ഞാൻ പാട്ട് കേൾക്കുമ്പോൾ ഒരു എസ് ഒക്കെ എഴുതുന്ന ആളാണ്. ഇവരൊക്കെ എന്നെ കളിയാക്കാറുണ്ട്. പേപ്പർ തീർന്നു പോയിട്ട് അനുവിന്റെ പേപ്പർ മേടിച്ചിരിക്കുന്നു. അപ്പം ഞാൻ അങ്ങനെ എഴുതി വെക്കുന്നു. കാരണം അത് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ സന്തോഷകരമായിട്ട് വന്ന് പാടുന്നതാണ്. ഞങ്ങൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. തീർച്ചയായിട്ടും അത് നിങ്ങളോട് കാണിക്കുന്നൊരു ഇതാണ്, കരുതലാണ് ആ എഴുത്ത്. നിങ്ങളത് പാടാൻ വേണ്ടി വലിയ ഓഡിയൻസ് ഒന്നുമില്ല. ഞങ്ങളെങ്കിലും ഇത് നിങ്ങളെ നല്ലപോലെ ശ്രദ്ധിച്ചില്ലേ പിന്നെ നിങ്ങളെ ആര് ശ്രദ്ധിക്കും? അപ്പോൾ അതുകൊണ്ട് മനോഹരമായ എനിക്ക് പാട്ട് വല്ലാത്തൊരു ഞാൻ സാറിനോട് പറയായിരുന്നു. എല്ലാ സുഖമായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. ഒരുപാട് സന്തോഷം. ഓക്കെ, കൺഗ്രാറ്റ്സ്. നമുക്ക് എന്തായാലും അടുത്ത ആളോട് ചോദിക്കാം. എന്താണ് സാർ? അല്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആന്റണി സാർ ഇങ്ങനെ എന്ത് നന്നായിട്ട് പാടുന്നു ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം രജനിഗന്ധി അല്ലേ, അതാണ് സാറിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. രജനിഗന്ധി ആ സംഭവമൊക്കെ അതോടെ പാടുകയാണെങ്കിൽ നല്ലതായിരിക്കും. നിൻമുഖം പോ നൊമ്പരം പോ നിൽപ്പോ രജനിഗന്ധി സന്ധ്യ കണ്ണീരിലെന്തേ സന്ധ്യ. ആ ഭാഗം രജനിഗന്ധി സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഓരോ തവണ എന്നോട് നല്ല ഭംഗിയായിട്ട് പാടുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ട് ഒന്നും എഴുതിയിട്ടില്ല. ഗുഡ് സിംഗിങ്, അടിപൊളി മോഡുലേഷൻസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. താങ്ക് യു. ഓക്കെ, ദിവ്യ എത്ര വർഷം പാട്ട് പഠിച്ചു? ഞാൻ കുഞ്ഞിലെ പഠിച്ചതായിരുന്നു. പിന്നെ പകുതിയോട് നിർത്തി. വീണ്ടും ഇപ്പൊ തുടങ്ങിയിരിക്കുകയാണ്. തുടങ്ങിയതേ ഉള്ളൂ. എന്തായാലും അങ്ങനെ തന്നെ പോട്ടെ. പാട്ടുകൾ ഏറ്റവും നന്നായിട്ട് പാടാനായിട്ടുള്ള ഒരു സിദ്ധി വന്നു ചേർത്തെ എന്ന് വളരെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പം വളരെ മനോഹരമായിട്ട് പാടി. അവർ നല്ല കമന്റാണ് പറഞ്ഞത്. ഈ ഒരു കമന്റ്സ് ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോട്ടെ. നമുക്ക് 90.8 റേഡിയോ മീഡിയ വില്ലേജ് മ്യൂസിക് ധമാക്കയുടെ എൻഡ് വരെ നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് വളരെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ് കേട്ടോ. താങ്ക് യു.